ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നറിയോ? നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്സ് ആണ് കേട്ടോ. ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞാൽ വളരെ 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 ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. കളർ പേപ്പേഴ്സോ വൈറ്റ് പേപ്പേഴ്സോ ഉണ്ടെങ്കിൽ അത് മതി. ചാർട്ട് പേപ്പർ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്, കാരണം ഒന്നുകൂടി കനമുണ്ടായിരിക്കുമല്ലോ ബുക്ക് മാർക്സ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടിയിൽ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തൊരു കുഞ്ഞി ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വൈറ്റ് പേപ്പറാണ്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 സെൻറ്റിമീറ്റർ ആണ്. സമചതുരത്തിലുള്ള പേപ്പർ 13 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു പേപ്പർ എടുക്കുക. അപ്പോൾ ഞാൻ ഹലോ കിറ്റി മോഡലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈറ്റ് പേപ്പറാണ് അതിന് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള മോഡലിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ വേറെ 3-4 മോഡൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ കാണുന്ന പോലെ നമുക്കൊരു ഈസി ആയിട്ടൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ഞാനിത് ഫോം ഷീറ്റിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫോം ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഇതേപോലെ വരച്ചിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂട്ടോ, മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി വേറെ 2-3 ഡിസൈൻസും കൂടി കാണിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ബായ്.